ഒരു മുഖ്യമന്ത്രി തമിഴ്നാടിന്റെ ഭരണം ഏറ്റെടുത്തിട്ട് അധിക കാലമായിട്ടില്ല. പക്ഷെ അദ്ദേഹം കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ കേട്ടാൽ ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരുടെ നെഞ്ചിടിപ്പ് കൂടും. ജനങ്ങൾ ചോദിക്കും, ഞങ്ങൾക്കും വേണം ഇതുപോലെയൊരു മുഖ്യമന്ത്രിയെ. അതെ, നമ്മൾ സംസാരിക്കുന്നത് തമിഴ്നാടിന്റെ സ്വന്തം തലൈവർ ജോസഫ് വിജയ് എന്ന മുഖ്യമന്ത്രിയെ കുറിച്ചാണ്. രാഷ്ട്രീയ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി സിനിമയിലെ കരിയറിന്റെ അത്യുന്നതത്തിൽ നിൽക്കുമ്പോൾ തമിഴകം തൂക്കിയെടുത്ത വിജയ് ഇപ്പോൾ ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്നു. മന്ത്രിമാർക്ക് സ്വകാര്യ ആശുപത്രികളിൽ ഇനി സർക്കാർ ചെലവിൽ ചികിത്സയില്ല. സ്കൂളുകളിൽ നിന്നും രാഷ്ട്രീയം പടിയിറക്കി. അങ്ങനെ വിപ്ലവകരമായ തീരുമാനങ്ങളിലൂടെ വിജയ് പടുത്തുയർത്തുന്ന ആ പുതിയ തമിഴ്നാട് മോഡൽ എന്താണ്? വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ പലരും ഇതിനെ തള്ളിക്കളഞ്ഞു. തമിഴ്നാട്ടിൽ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്ന MGRും ജയലളിതയും ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഒരു പിന്തുടർച്ചാവകാശം യഥാർത്ഥത്തിൽ രജനീകാന്തിന് അവകാശപ്പെട്ടതായിരുന്നു. എന്നാൽ കൃത്യമായ സമയത്ത് ധൈര്യത്തോടെ ചുവടുവെക്കാൻ രജനീകാന്തിന് സാധിച്ചില്ല. അവിടെയാണ് വിജയ് എന്ന നടൻ വേറിട്ട് നിന്നത്. വിജയുടേത് വെറുമൊരു എടുത്തുചാട്ടമായിരുന്നില്ല, മറിച്ച് വളരെ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയുള്ള നീക്കമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വിജയുടെ പിതാവ് ചന്ദ്രശേഖർ വിജയുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നീക്കം നടത്തിയപ്പോൾ ആ നീക്കത്തെ പരസ്യമായി തള്ളിപ്പറയാൻ വിജയ് കാണിച്ച ആർജവം നമ്മൾ കണ്ടതാണ്. തന്റെ രാഷ്ട്രീയ പ്രവേശനം സ്വന്തം നിബന്ധനകളിലും കൃത്യമായ ടൈമിങ്ങിലും മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. ജോസഫ് വിജയ് എന്നതിൻ്റെ യഥാർത്ഥ നാമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിയത്. തമിഴ്നാട്ടിലെ വൻകിട രാഷ്ട്രീയ പാർട്ടികളായ DMKയും AADMKയും ആദ്യമൊക്കെ വിജയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അടിച്ചമർത്താൻ നോക്കി. വിജയുടെ പാർട്ടിക്ക് പ്രകടനം നടത്താൻ പോലും അനുമതി നിഷേധിച്ച കാലമുണ്ടായിരുന്നു. എന്നാൽ സകല പ്രതിബന്ധങ്ങളെയും ഭരണകൂട വേട്ടയാടലുകളെയും അതിജീവിച്ച് തമിഴ്നാട്ടിലെ വോട്ടർമാർ വിജയെ നെഞ്ചിലേറ്റി. തമിഴ്നാടിൻ്റെ ഭരണസാരഥ്യം ഇന്ന് ആ കൈകളിലാണ്. അധികാരമേറ്റ ശേഷവും വിജയെ തളർത്താൻ പ്രതിപക്ഷ പാർട്ടികളും പോലീസിലെ ചില ഉദ്യോഗസ്ഥരും ശ്രമിച്ചു എന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കരൂരിലുണ്ടായ സംഭവങ്ങൾ. കരൂരിലെ അപകട സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി വിജയ് എത്തിയത് കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ടായിരുന്നു. അത് കേവലം ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റോ പ്രതിഷേധമോ ആയിരുന്നില്ല, മറിച്ച് വ്യവസ്ഥിതിയോടുള്ള കടുത്ത അമർഷമായിരുന്നു. പോലീസും ഭരണസിരാ കേന്ദ്രങ്ങളിലെ ചില DMK അനുകൂലികളും ചേർന്ന് തന്നെ ചതിക്കുകയായിരുന്നു എന്ന് വിങ്ങലോടെയാണ് വിജയ് പരസ്യമായി പറഞ്ഞത്. എന്നാൽ വിജയ് അവിടെയും പതറിയില്ല. ആ അപകടത്തിൽ ഇരയായ ദുരന്തത്തിന് ഇരയായ കുടുംബങ്ങളിലെ എല്ലാവർക്കും സർക്കാർ ജോലി പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ ഈ മുഖ്യമന്ത്രിക്ക് സാധിച്ചു. ജനങ്ങളുടെ വേദന അറിയുന്ന ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഇത്തരം അടിയന്തര തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വിജയുടെ ജനപ്രീതി വാനോളം ഉയർന്നു. വിജയ് ഭരണകൂടം എടുത്ത ഏറ്റവും മഹത്തായ വിപ്ലവകരമായ തീരുമാനങ്ങളിലൊന്നാണ് വിദ്യാഭ്യാസ മേഖലയിലെ രാഷ്ട്രീയ വിമുക്തമാക്കൽ. ക്യാമ്പസുകളിലും സ്കൂളുകളിലും രാഷ്ട്രീയം അതിരുകടക്കുന്ന ഇന്ത്യയിൽ വിജയ് എടുത്ത തീരുമാനം വളരെ ബോൾഡാണ്. സ്കൂളുകളിൽ നിന്നും രാഷ്ട്രീയത്തെ അദ്ദേഹം പൂർണ്ണമായും പടിയിറക്കി. പുതിയ നിയമപ്രകാരം ഔദ്യോഗികമായി സർക്കാർ പരിപാടികൾക്കല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു ജനപ്രതിനിധിക്കും സ്കൂളുകളിൽ പ്രവേശിക്കാൻ അനുമതിയില്ല. ഇതിനു മുമ്പ് തമിഴ്നാട്ടിലെ പ്രാദേശിക നേതാക്കൾ അവരുടെ ജന്മദിനവും പാർട്ടിയുടെ വാർഷികാഘോഷമൊക്കെ ആഘോഷിച്ചിരുന്നത് സർക്കാർ സ്കൂളുകളിലായിരുന്നു. ആ ധൂർത്തിനും അനാചാരത്തിനുമാണ് വിജയ് അന്ത്യം കുറിച്ചത്. വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്ത ഒരു പരിപാടിയും സ്കൂൾ കോമ്പൗണ്ടിൽ നടത്തരുതെന്ന് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. ഇത് വെറുമൊരു പ്രഖ്യാപനം മാത്രമല്ലെന്ന് വിജയ് തെളിയിച്ചു. കരൂരിൽ വിജയുടെ ഒരു പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്തതിന്റെ പേരിൽ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപികയെ സർക്കാർ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. താൻ പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ അത് സ്വന്തം പാർട്ടിക്കാണെങ്കിലും തനിക്ക് ആകുകയാണെങ്കിലും ഒരേപോലെ ബാധകമാണെന്ന് വിജയ് അടിവരയിട്ട് പറഞ്ഞു. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന ഈ സന്ദേശം ഉദ്യോഗസ്ഥ ഭരണകൂടത്തിന് വലിയൊരു മുന്നറിയിപ്പാണ് നൽകിയത്. വിജയയുടെ ഭരണശൈലി വളരെ വിചിത്രവും എന്നാൽ അങ്ങേയറ്റം പ്രൊഫഷണലുമാണ്. പരമ്പരാഗത രാഷ്ട്രീയക്കാരെ പോലെ സ്വന്തം ബന്ധുക്കൾക്കോ പാർട്ടിയിലെ വിശ്വസ്തർക്കോ വകുപ്പുകൾ വീതം വെച്ച് നൽകുകയല്ല അദ്ദേഹം ചെയ്തത്. പകരം ഓരോ മേഖലയിലേക്കുമുള്ള പ്രഗത്ഭരായ വിദഗ്ധരെയാണ് വിജയ് ഭരണ ചുമതല ഏൽപ്പിച്ചിരുന്നത്. സെക്രട്ടേറിയറ്റിലടക്കം സർക്കാർ വകുപ്പുകളുടെ നിയന്ത്രണം ഒരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനിയുടേതുപോലെ മിടുക്കന്മാരായ വിഷയ വിദഗ്ധർക്ക് നൽകിയിരിക്കുന്നു. അമേരിക്കയടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായ മികച്ച തമിഴ് ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും ധനതത്വശാസ്ത്രജ്ഞരെയും വിജയ് തിരികെ തമിഴ്നാട്ടിലെത്തിച്ചു. അവർക്ക് നിർണായകമായ ഭരണ ചുമതലകൾ നൽകി എല്ലാ മേഖലകളിലും വിപ്ലവകരമായ വികസനത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. തൻ്റെ കൺമുമ്പിൽ വരുന്ന ഏത് പ്രശ്നമാണെങ്കിലും അതിനപ്പം തന്നെ പരിഹാരം ഉണ്ടാക്കുക എന്ന വേഗതയേറിയ പ്രവർത്തന ശൈലിയാണ് വിജയുടേത്. അതൊരു പാവപ്പെട്ട വിധവയുടെ പ്രശ്നമാണെങ്കിലും ദരിദ്രരുടെ ആവശ്യമാണെങ്കിലും കർഷകരുടെ പ്രതിസന്ധിയാണെങ്കിലും കുടിവെള്ളം മുട്ടിയവരുടെ പരാതിയാണെങ്കിലും എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ് മിനിറ്റുകൾക്കകം ഫയലുകൾ തീരുമാനമുണ്ടാക്കുന്നു. തമിഴ്നാട് ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ഭരണം കണ്ടിട്ടില്ല. കഴിഞ്ഞ സർക്കാരുകൾ പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഭൂരിഭാഗവും അഴിമതിക്കും കമ്മീഷൻ അടിച്ചുമാറ്റുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു. വിജയ് അധികാരത്തിൽ വന്നയുടൻ ഇത്തരം അഴിമതി ലക്ഷ്യമിട്ടുള്ള എല്ലാ പഴയ പദ്ധതികളും റദ്ദാക്കി. ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം കൊള്ളയടിക്കുന്നതിന് പകരം സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള പദ്ധതികളാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്.
പാവപ്പെട്ടവന് ചികിത്സയും വിദ്യാഭ്യാസവും വൈദ്യുതിയും വെള്ളവും സൗജന്യമായി നൽകുന്ന വലിയ സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ തമിഴ്നാട്ടിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ അഴിമതിയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് അവിടുത്തെ പോലീസ് വകുപ്പായിരുന്നു. വാഹന പരിശോധനയ്ക്കും മറ്റും വെറും 10 രൂപ കൈക്കൂലി കൊടുത്താൽ പോലും കാര്യം സാധിക്കുന്ന സാധാരണക്കാരന് നീതി കിട്ടാത്ത അഴിമതി നിറഞ്ഞതായിരുന്നു തമിഴ്നാട് പോലീസ്. എന്നാൽ വിജയ് ആ പോലീസിന്റെ ഘടന തന്നെ മാറ്റിമറിച്ചു. നിയമവും നീതിയും കൃത്യമായി നടപ്പിലാക്കാത്ത പോലീസുകാരെ തൽക്ഷണം ശിക്ഷിക്കുന്ന സംവിധാനം കൊണ്ടുവന്നു. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് നീതി നിഷേധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും. ഇതോടെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് സാധാരണക്കാരായ മനുഷ്യർ ഭയമില്ലാതെ പ്രവേശിക്കാൻ തുടങ്ങി. ഒരു കാലത്ത് തമിഴ്നാട് ഭരിച്ചിരുന്ന വൻകിട മാഫിയ തലവന്മാർ ഇപ്പൊ സംസ്ഥാനം വിട്ട് ഓടുകയോ പോവുകയോ ഒക്കെ ചെയ്യാണ്. കൂടാതെ ജനങ്ങൾ ഏറെ ആകർഷിച്ച മറ്റൊരു ഘടകം മദ്രാസ് ഹൈക്കോടതിയുടെ ഗോവധ നിരോധന ഉത്തരവിനെതിരെ വിജയ് സർക്കാർ സുപ്രീം കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടമാണ്. ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി സാധാരണക്കാരായ കർഷകരുടെയും തൊഴിലാളികളുടെയും താല്പര്യം സംരക്ഷിക്കാൻ വിജയുടെ സർക്കാരിന് സാധിച്ചു. ഇത് തമിഴ്നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കിടയിൽ വിജയുടെ പ്രതിച്ഛായ തന്നെ വർദ്ധിപ്പിച്ചു. വിജയുടെ ഭരണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, അപകടത്തിൽപ്പെടുന്നവർക്കുള്ള ചികിത്സ. അപകടത്തിൽപ്പെട്ട് ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും നിർഭാഗ്യവശാൽ അയാൾ മരണപ്പെടുകയും ചെയ്താൽ ബന്ധുക്കൾ ആശുപത്രിക്ക് യാതൊരുവിധ ഫീസും അടയ്ക്കേണ്ടതില്ല എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം പ്രായോഗികമാണെന്ന് പലരും സംശയിക്കുന്നു. കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ ആശുപത്രികൾ ലക്ഷങ്ങൾ ചെലവാക്കാറുണ്ടല്ലോ. എന്നാൽ ഇതിന്റെ പിന്നിലെ വാസ്തവം സർക്കാർ ഈ തുക കോമ്പൻസേറ്റ് ചെയ്യും എന്നതാണ്. സർക്കാർ തുക നൽകുമെന്നതിനാൽ മരണപ്പെട്ട ആളുകളെ വെന്റിലേറ്ററിൽ വെച്ച് അനാവശ്യമായി പണം ഈടാക്കുന്ന സ്വകാര്യ ആശുപത്രികളുടെ മാഫിയ ശൈലിക്ക് ഇത് തടയിടും. അത് തീർച്ചയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, കൈക്കൂലിക്കെതിരെ വാട്സപ്പ് നമ്പർ. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ ആരെങ്കിലും കൈക്കൂലി ചോദിച്ചാൽ അപ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്ത് അയക്കാൻ ഒരു പ്രത്യേക വാട്സപ്പ് നമ്പർ വിജയ് സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഉടനടി നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പും നൽകുന്നുണ്ട്. കേരളത്തിലൊക്കെ KSRTC ബസ്സിന് പുറകിൽ ഡ്രൈവർമാർ മോശമായി വണ്ടി ഓടിച്ചാൽ പരാതിപ്പെടാൻ നമ്പർ എഴുതി വെച്ചിട്ട് ആ നമ്പറിലെ 2-3 അക്കങ്ങൾ മായ്ച്ചു കളയുന്ന ഉദ്യോഗസ്ഥ യന്ത്രങ്ങൾ വരെയാണ് ഇവിടെയുള്ളത്. എന്നാൽ വിജയുടെ തമിഴ്നാട്ടിൽ അങ്ങനെയുള്ള കളികൾ നടക്കില്ലെന്നാണ് വിജയ് ഭക്തരും ജനങ്ങളും വിശ്വസിക്കുന്നത്. ഇനി പറയാൻ പോകുന്നതാണ് വിജയുടെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനം. മന്ത്രിമാരും MLA-മാരും സർക്കാർ ആശുപത്രികളിൽ നിന്നും മാത്രമേ ചികിത്സ തേടാവൂ. സ്വകാര്യ ആശുപത്രികളിൽ പോയി VIP ചികിത്സ നടത്തിയാൽ സർക്കാർ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും കിട്ടില്ല എന്ന്. സ്വന്തം പോക്കറ്റിൽ നിന്നും പണം എടുത്ത് ചികിത്സിക്കാം, പക്ഷെ പൊതുജനം നികുതി അടച്ച പണം തരില്ല. ഈ നിയമം വന്നതോടെ തമിഴ്നാട്ടിലെ മന്ത്രിമാർ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അടുത്തിടെ മന്ത്രി ചെങ്കോട്ടയ്യൻ കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് വലിയ വിവാദമായിരുന്നു. ഒടുവിൽ താൻ ഖജനാവിൽ നിന്നല്ല സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം നൽകിയതെന്ന് അദ്ദേഹത്തിന് പരസ്യമായി വിശദീകരിക്കേണ്ടി വന്നു. ഇതാണ് യഥാർത്ഥത്തിൽ കേരളം പോലെയൊരു സംസ്ഥാനം അടിയന്തരമായി മാതൃകയാക്കേണ്ടത്. വളരെയേറെ എന്തൊക്കെ പറഞ്ഞാലും കൈയടിച്ച് പാസ്സാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ തന്നെ ആയാലും വിജയ് പൊരുതി നേടിയ ആ സ്ഥാനം, അതിൻ്റെ എല്ലാ ആ ഒരു ക്ലാസ്സോടെ തന്നെ അദ്ദേഹം ആ മുഖ്യമന്ത്രി കസേര കൊണ്ട് നടക്കുന്നുണ്ട്. തീർച്ചയായും ഇന്ത്യയിലുടനീളമുള്ള എല്ലാ മന്ത്രിമാർക്കും മാതൃകയാക്കാവുന്ന ഒരു നേതാവായി തന്നെ വിജയ് മാറിയിരിക്കുന്നു. എന്നാലും ഈ ഒരു മാറ്റത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.